അപ്പോൾ അപ്പം അങ്ങനെ സെമിനാരിയിൽ നിന്ന് അവർ ഈ മനുഷ്യൻ ഇങ്ങനെ കഷ്ടതകളിലൂടെ പോകുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിൻ്റെ തിരുമനസ്സിന് സമർപ്പിച്ച് അവിടെയെല്ലാം ഒരു വ്യതിരിക്തമായി ജീവൻ നയിച്ചതാണ് അവർ. എല്ലാ വിശുദ്ധന്മാരും അങ്ങനെയാണ്. അപ്പോൾ അൽപ്പൻസ്വാമി ജീവിതത്തിൽ നോക്കിയാൽ അങ്ങനെയാണ്. അമ്മ മരിച്ചുപോയി, ചിറ്റമ്മ വളർത്തിക്കൊണ്ട് വന്നു. അവൾ പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. കല്യാണം നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ പോയി, കുപ്പക്കുഴിയിൽ വീണ് കല്ലെല്ലാം പൊള്ളിച്ചെടുത്ത് എന്നിട്ട് വൈദ്യസിസ്റ്റായി പോയി. അപ്പോൾ അങ്ങനെ ദൈവത്തിന് മുമ്പിൽ സ്വന്തം ജീവിത സമർപ്പണത്തിലൂടെ നേടിയെടുത്തവരാണ്. ഇപ്പോൾ ഗീവരീശ്വരതായി ആണെങ്കിൽ വലിയ രാജാവിൻ ലൈക്ര ചക്രവർത്തിയുടെ യുവത്വത്തിൽ തന്നെ സർവ്വസൈന്യാധിപനെ ഉയർത്തപ്പെട്ടവനാണ്. രാജാവിന് പകരക്കാരായി പല രാജ്യങ്ങളിലും പ്രതിനിധിയായി പോയിട്ടുള്ളവനാണ് മഹാനായ ഗീവരീസ്. ആ ഗീവരീസനായി ലൈക്ര ചക്രവർത്തി ഒരു ബിംബം ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ ആരാധിക്കില്ല. പല തരത്തിലുള്ള വാഗ്ദാനവും കൊടുത്തു നോക്കി, രാജ്യത്തിന് പകുതിയെ തരാമെന്ന് പറഞ്ഞു. അത്ര പ്രഗത്ഭനായിരുന്നു ഇദ്ദേഹം. പക്ഷേ ഒന്നിനും വഴങ്ങിയില്ല. അവസാനം കഠോരമായ പടകളിലേക്ക് പോയി 5 മഹാരക്തസാക്ഷിത്വം ഒരു ചക്രത്തിലേക്ക് ഇട്ടിട്ട് കറക്കി ശരീരം കഷ്ണമായിട്ട് വീണ് ഒരുകൊണ്ടേക്ക് മുഞ്ചു കൂട്ടി കർത്താവിന് പുതുജീവൻ നൽകി. രണ്ടാമതായിട്ട് അവനെ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് കൈകാലിൽ കുഴിച്ച് കെട്ടിയിട്ട് അഗ്നികുണ്ഡത്തിൽ കൊണ്ടുപോയിട്ടു. അവിടെ ആള് ബന്ധുരിയിൽ പോയി, പക്ഷെ ആളെ കർത്താവ് വീണ്ടും ഉയർപ്പിച്ചു. മൂന്നാമതായിട്ട് അവനെ അമ്പ ചെയ്തു. നാലായിട്ട് അവനെ ഈ ആണികൾ ഇങ്ങനെ തറച്ച് വെത്തി പലകയിലടിച്ചിട്ട് കിലോമീറ്റർ പലകടിച്ചിട്ട് നഗ്നമാതിൻ്റെ അതിലൂടെ ഓടിച്ചു. അഞ്ചാമതാണ് അവനെ തല വെട്ടിക്കൊല്ലുന്നത്. 5 മഹാരക്തസാക്ഷിത്വത്തിലൂടെ തമ്പുരാന് മഹത്വം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഗീവരീസ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വന്ദിക്കപ്പെടുക അല്ലെങ്കിൽ വണങ്ങപ്പെടുക. അത്രമാത്രം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിജാതീയർ പോലും എല്ലാ രാജ്യങ്ങളും എല്ലായിടത്തും അവനെ വണങ്ങപ്പെടുന്നു. സെബസ്ത്യാനോസ് 3 രക്തസാക്ഷ്യം വഹിച്ചവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാവുക. ഫ്രാൻസിസ് അസീസിയാണ് ഒരു വലിയ ഈശോയെ പോലെ തന്നെ പൂർണ്ണമായിട്ടും അവരെ നടത്തിയ ആളാണ്. മിസ്റ്റർ ബെനഡിക്റ്റാണ് ഈ മഹാതാപസനാണ്. അപ്പം അവരൊക്കെ ഈ മഹത്വത്തിലേക്ക് അവരുടെ ജീവിത സമർപ്പണത്തിലൂടെ എത്തിച്ചേർന്നവരാണ്. യോസേപ്പ് പിതാവ് അവൻ്റെ നീതിമാനായ യോസേപ്പ് പിതാവ്, വലിയ ഭാഗ്യവാനായ യോസേപ്പ് പിതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ജീവിതം അതായിരുന്നു. അപ്പച്ചന് കിട്ടിയ അപ്പച്ചൻ യാക്കോബിൽ നിന്ന് കിട്ടിയ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പിന്നെ യാക്കോബും അൽഫയോസും അപ്പൻ വളർത്തിക്കൊണ്ട് വന്നു. അപ്പനും പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ വന്നു. അപ്പോൾ അപ്പന് അല്പം പ്രായപൂർത്തിയായ യോസേപ്പിന് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും ഏൽപ്പിച്ചു, എഴുതി കൊടുത്തു. ബെത്ലഹേമിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അങ്ങനെ അവിടെയാണ് ഈശോ ബെത്ലഹേമിൽ പോയി ജനിക്കേണ്ടി വന്നത്. അപ്പോൾ ബെത്ലഹേമിലാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? അപ്പൻ ഭയങ്കര ഔദാര്യശാലിയായിരുന്നു. ഇത് കണ്ട് വളർന്ന യോസേപ്പ് എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവനും അദ്ദേഹം പാവപ്പെട്ടവന് വിതരണം ചെയ്തു. അപ്പോൾ ഈ യോസേപ്പ് പിതാവിൻ്റെ അപ്പൻ്റെ ജനനീയന്മാർ പറഞ്ഞു, ഇവന് ഭ്രാന്ത് പിടിച്ചു, ഇവൻ ഭ്രാന്തന എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു. അദ്ദേഹം രക്ഷപ്പെട്ട് ഒന്ന് അസത്യം വന്ന് താമസിച്ചു. അങ്ങനെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് യോവാക്കി വന്ന ദുബൈയുടെ വീടിൻ്റെ അടുത്ത് താമസം വന്നു ശരിയാണ്. അപ്പം അതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം നേടിയെടുത്ത വിശുദ്ധിയാണ്. എന്നാൽ മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവം മറിയത്തിന് നൽകിയ അനന്യമായ മഹാദാനങ്ങളിൽ മേലെ കൂടി ചേർക്കപ്പെട്ടതാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ മറിയത്തിൻ്റെതായ ചേർക്കപ്പെട്ട പുണ്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാ വിധത്തിലും എല്ലാം പൂർണ്ണമായും കർത്താവിൻ്റെ ഹൃദയത്തോട് വണങ്ങിക്കൊണ്ട് എല്ലാം ദൈവം സഹിച്ചുകൊണ്ട് ഒരു സഹനപുത്രിയായ ജീവിതകാലം മുഴുവൻ കാഴ്ചവെച്ചു എന്നുള്ളത് ശരി, അത് അവരുടേതായ പുണ്യം. പക്ഷേ മറിയത്തിൻ്റെ പുണ്യത്തോട് ചേർക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ 7 മഹാദാനങ്ങളാണ്. ദൈവം കൊടുത്ത 7 മഹാദാനങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് മറിയം ദൈവത്തിന്റെ സന്നിധിയിൽ അത്രയേറെ മഹത്വമുള്ളവരായി മാറുവാൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ദൈവം മറിയത്തിന് നൽകിയ 7 മഹാദാനങ്ങൾ? നമുക്കിതൊക്കെ അറിയാവുന്ന 7 ദാനങ്ങളാണ്, പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഒന്നാമത്തെ ദാനമാണ് ദൈവ മാതൃത്വം. ദൈവപുത്രന്റെ അമ്മയാകാനുള്ള മഹാഭാഗ്യം യഹൂദന്റെ സ്ത്രീകളെ രക്ഷകന് വാഗ്ദാനം ചെയ്ത അന്നാൾ മുതൽ
ആയിരക്കണക്കിന് സ്ത്രീകൾ രക്ഷകന്റെ അമ്മയാകാൻ വേണ്ടി വിവാഹങ്ങളെ ഉപേക്ഷിച്ച് കാത്തിരുന്നിട്ടുണ്ട്. ബോസനിച്ച് വളർച്ചയൊക്കെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഓരോ കാലഘട്ടത്തിലും. എന്നാൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് താൻ അർഹയല്ല എന്ന് ചിന്തിച്ചിരുന്നുള്ള പക്ഷേ ഞാൻ കഥ ഞാൻ പിന്നീട് പറയുമ്പോൾ പറയാം, അതിലേക്ക് ഇപ്പം കിടക്കുന്ന ആവശ്യമില്ലാത്തതുകൊണ്ട്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ഥാനത്ത് താൻ അർഹയല്ല എന്ന് ചിന്തിച്ച് ഏതോ ഒരു സ്ത്രീയിൽ നിന്നും രക്ഷകൻ ജനിക്കുമെന്നും അവിടെ പോയി കാണുന്നൊക്കെ ആഗ്രഹിച്ച് കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തിയാണ് മറിയം. പക്ഷെ ആ വ്യക്തിത്വമാണ് ദൈവം മാതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. വേറെ തിരഞ്ഞെടുത്തതല്ല, താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവപുത്രൻ്റെ അമ്മയായതുകൊണ്ട് ദൈവമാതാവ് എന്ന പദത്തിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. രണ്ടാമത് അവളുടെ അമലോത്ഭവം. ആദിമനാക്കന്മാരുടെ പാപം ഈ ലോകത്തിൽ വീണതിന് ശേഷം ഈ ലോകത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ജന്മപാപമില്ലാതെ ജനിച്ചിട്ടുള്ളൂ. അത് മറിയം മാത്രമാണ്. മറിയം മാത്രമേ ജന്മപാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ദൈവം കൊടുത്ത ദാനമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അതുകൊണ്ട് ദൈവം കൊടുത്ത മഹാദാനമാണ്. പിന്നെ മൂന്നാമതായിട്ട് നിത്യകന്യകത്വം. ഒരു സ്ത്രീ പ്രസവിച്ചാൽ അവിടെ കന്യകത്വം പോകും. കാരണം ഒരു കന്യകത്വം നഷ്ടപ്പെടാതെ ഒരു സ്ത്രീ ഗർഭിണിയാവില്ല. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടും കന്യകയായിട്ട് ആയിരിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അവളുടെ നിത്യകന്യകത്വം എന്ന് പറയുന്നത് ദൈവം നൽകിയ അവിടെ വലിയ ഒരു കൃപാദാനമാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേകത. നാലാമതായി സഹരക്ഷകാസ്ഥാനം. യേശുവിനൊപ്പം ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുള്ള സഹന ബലിയായി തീരാനുള്ള ഭാഗ്യം നമുക്കറിയാം. നമ്മൾ വളർത്തിയ എൻ്റെ അമ്മ വളർത്തിയ ഒരു കോഴിയെ കൊല്ലില്ല. നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. താലോചിച്ച് വളർത്തിയ കോഴിയെ ഇങ്ങനെ കൊല്ലാൻ പറ്റും? ഒരു പന്നിയെ താലോചിച്ച് വളർത്തിയ പന്നിയെ പോലും കൊല്ലുമ്പോൾ അമ്മ മാറിപ്പോകും. കാരണം അത് നോക്കിയിരിക്കാൻ ഈ പറ്റില്ലെന്ന് പറയുന്നത്. ഒരു പശുവിൻ്റെ അലിക. അപ്പോൾ നമുക്ക് അത്രത്തോളം നമ്മുടെ മനസ്സ്. എന്നാൽ ആരായും നോക്കി നിൽക്കാൻ പറ്റില്ല. ഈശോയുടെ സഹനം A to Z മനസ്സിൽ പൂർണ്ണമായും സ്വീകരിച്ച ഒരമ്മയാണ് പരിശുദ്ധ മറിയം. ചമ്മട്ടി അടിക്കുമ്പോൾ അവനെ കൽത്തൂണി കൊണ്ടുപോയി കെട്ടി അവനെ ചമ്മട്ടി അടിക്കുമ്പോൾ അവൻ വാവിട്ട് കരയുമ്പോഴും ആ അമ്മ മാറിപ്പോയില്ല. അതെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഒരു സമയം മാത്രമേ അമ്മ ഈശോയുടെ കൂടെ ഉണ്ടായില്ല പോയിട്ടുള്ളൂ. അവൻ ചമ്മട്ടി അടിക്ക് അവനെ അവിടുന്ന് പിന്നെ മാംസവും എല്ലാം വീണും രക്തമെല്ലാം അതിൽ ഒഴുകി ആ കഴുത്തിലൂടെ പിന്നെ അവനെ വീണ്ടും വലിച്ച് കല്ലിൻ്റെ ഭാഗിയ ശ്രദ്ധ വലിച്ചുകൊണ്ടുപോയി ഒരു കല്ലെടുക്കൊണ്ടിട്ടിട്ട് അവനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അമ്മയും ഭക്തസ്ത്രീകളും അവൻ്റെ പരിശുദ്ധമായ ശരീരവും മാംസകഷ്ണങ്ങളും പരിശുദ്ധമായ രക്തവും ആ മണ്ണിൽ കിടക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് അത് മുഴുവനും അവർ ഒപ്പിയെടുക്കുകയും ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യാൻ. അതുകൊണ്ട് മുൾക്കിരീടമണിഞ്ഞ യേശുവിനെ പീലാത്തോസിനെ കൊണ്ടുപോയി വരെ അമ്മയ്ക്ക് അറിയാമായിരുന്നുള്ളൂ. ബാക്കിയത്തെ കാര്യം അറിയില്ലായിരുന്നു. ഇതെല്ലാം ശേഖരിച്ച് എല്ലാം വെച്ച ശേഷം പരിശുദ്ധ അമ്മ മകനെ അന്വേഷിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു അവനെ പീലാത്തോസ് ക്രൂശിക്കാൻ വിധിച്ചു. അവൻ കുരിശുമായി ഗാവുത്തേലേക്ക് പോവുകയാണ്. ഇത് കേട്ട മാത്രമേ അമ്മ കുരിശിൻ്റെ പിന്നാലെ ഓടി. അങ്ങനെയാണ് മാതാവ് നാലാമത്തെ സ്ഥലത്ത് മാതാവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് പറയുന്ന ആ സംഭവം. അതിൻ്റെ പശ്ചാത്തലം അതാണ്. അപ്പം ആ ഒരു നിമിഷങ്ങളും ഒഴികെ കർത്താവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലും കഷ്ടപ്പാടുകളിലും എല്ലാം എന്നും ഒരു നിഴൽ പോലെ ചേർന്ന് നിന്ന് സഹിച്ച് കാഴ്ചവെച്ചതാണ്. അവൾ സഹനപുത്രിയാണ്. ഒരമ്മയ്ക്ക് കുരിശിൻ ചോട്ടിൽ നിൽക്കുന്നത് പിടഞ്ഞു കടന്ന് മരിക്കാൻ നേരത്ത് ആ കുരിശിൻ ചോട്ടിൽ ആ സഹനം ഏറ്റുവാങ്ങി നിൽക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉന്നതമായ അവസ്ഥ. അപ്പോൾ അവിടെ സഹരക്ഷക സ്ഥാനം. അതുകൊണ്ടാണ് സഭ അവിടെ ആദ്യകാലം മുതൽ ഒരു സഹരക്ഷകയായി കാണുന്നെങ്കിലും ഇന്ന് വരെ മാർപ്പാപ്പ അസന്നിഗ്ധമായിട്ട് അത് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അത് വെച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏകരക്ഷകൻ ക്രിസ്തുവാണ് എന്നുള്ള ആ ഒരു മഹനീയ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സഭ അതിന് ഇന്നുവരെ തടസ്സം നിൽക്കുന്നത്. പക്ഷേ സഭയിൽ പൊതുവെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു കാര്യമാണ് അമ്മയുടെ സഹരക്ഷാസ്ഥാനം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീടുള്ള ഒന്നാണ് ത്രിലോകരാജ്ഞീപദം. ത്രിലോകരാജ്ഞീപദം ഞാൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും. അമ്മ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ അമ്മ സുഖത്തിൽ ചെന്നപ്പോൾ 7-ാം ദിവസം വിശുദ്ധ അമ്മയെ ത്രിലോകരാജ്ഞിയായി പിതാവും പുത്രനായ യേശുവും ചേർന്ന് വാഴിച്ചു. ഇതാണ് രാജ്ഞീപദ തിരുനാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗാരോഹണ തിരുനാൾ കഴിഞ്ഞാൽ 7-ാം ദിവസം രാജ്ഞീപദ തിരുനാൾ ഉണ്ടാകാറ്. അത് നമുക്ക് ഞാൻ പറഞ്ഞു പള്ളി ദേവാലയങ്ങളുടെ മുഖാന്തരം മധുവയുടെ മുകളിലെല്ലാം ഇത് ചിത്രം ആലേഖനം ചെയ്ത് വയ്ക്കുന്നത് ഈ ഒരർത്ഥത്തിലാണ്. അപ്പോൾ ത്രിലോകരാജ്ഞിയായി സ്വർഗത്തിൽ മഹിമയഞ്ഞിരിക്കുന്ന സകലരുടെയും രാജ്ഞിയായി ഏറ്റവും മഹത്വപൂർണ്ണയായി പിതാവും പുത്രനും പരിശുദ്ധനാവും കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും മഹത്വപൂർണ്ണ പരിശുദ്ധ അമ്മയാണ്. എല്ലാവരുടെയും അധിപയാണ് അവൾ. മാലാഖമാരുടെ അധിപയാണ്, വിശുദ്ധരുടെ അധിപയാണ്, രക്തസാക്ഷിയുടെ അധിപയാണ്. എല്ലാവരുടെയും അധിപയായി അവൾ സ്വർഗത്തിൽ വന്ന രാജ്ഞി എന്ന് പറയുന്ന അർത്ഥത്തിൽ. അപ്പോൾ അതിനെ നമ്മൾ അവിടെ ഇനിയുള്ളത് നരകവിശ്വാസികളുടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നരകത്തിൻ്റെ രാജ്ഞിയല്ല, നരകത്തിൻ്റെ മേൽ ആധിപത്യമുള്ള അധികാരമുള്ള ശക്തി ആണ് രാജ്യമത്തിൻ്റെ അർത്ഥതാണ്. അതിൻ്റെയും അധികമായിട്ടാണ് മാതാവ് വാഴുന്നത്. ഇനിയുള്ളത് മാതാവിൻ്റെ സ്വർഗാരോപണം. മാതാവിൻ്റെ സ്വർഗം ലോകത്തിൽ ഈശോ കഴിഞ്ഞ് ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏക വ്യക്തി പരിശുദ്ധ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏലീശോയും ഏലിയായും അതുപോലെ മോസസോ അല്ലെങ്കിൽ ഹെനോക്കോ ഒക്കെ എടുക്കപ്പെട്ടത് സ്വർഗത്തിലേക്കായിരുന്നില്ല, പിന്നെയോ അബ്രാഹത്തിന് മടിവരെ ഉണ്ടായിരുന്നു. സ്വർഗത്തിലേക്ക് ശരീരത്തോടുകൂടി എടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തിത്വം, ഒന്ന് ഈശോയും രണ്ട് മറിയവും. അപ്പോൾ വേറെ ആർക്കും ലഭിക്കാത്തൊരു മഹനീയ സ്ഥാനമാണ് സ്വർഗത്തിലേക്ക് ശരീരത്തോട് എടുക്കപ്പെടാൻ പറ്റുക. മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലത്. എന്താണ് മാതാവിൻ്റെ സ്വർഗാരോഹണം, എങ്ങനെയാണ്? മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് 2 പാരമ്പര്യങ്ങളാണ് അല്ലെങ്കിൽ അറിവ് നമുക്ക് ലഭിക്കാൻ കിട്ടുന്നത്. ഒന്ന്, നമുക്കറിയാം, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തൻ്റെ പകരക്കാരിയായി മറിയത്തെ നിയോഗിച്ചു. ഇന്നു മുതൽ നീ എല്ലാം നയിക്കുക, അമ്മ നയിച്ചു കൊടുക്കുക ലോകത്തെ. അമ്മ നേരത്തെ അതിന് മുന്നോടിയായിരുന്നു, പിന്നാലും മറിയാത്യം മുന്നോടിയായി പ്രവർത്തിച്ചു. ഈശോയ്ക്ക് മുമ്പേ അത്ഭുതങ്ങൾ ചെയ്യാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും അത്ഭുതം നയിക്കാനൊക്കെ അമ്മയാണ്, മുന്നോടിയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്നതും ആദ്യം പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ആദ്യം മുന്നോടിയായി പ്രവർത്തിച്ചു, പിന്നീട് തൻ്റെ പകരക്കാരനായി നിന്ന് ലോകത്തെ നയിക്കാൻ ഈശോ മറിയത്തെ നിയോഗിച്ചു. ഇത് യോഹന്നാസ്ലീഹയാണ് പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിൽ പരിപാലിക്കാൻ ഏൽപ്പിച്ചത്. സ്നാപകൻ ഏറ്റെടുത്ത് പിന്നീട് അമ്മ സ്നാപയോഹന്നാൻ്റെ ഭവനത്തിൽ, യോഹന്നാസ്ലീഹയുടെ ഭവനത്തിലായിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം രാജ്യങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാനായി പോയി. യോഹന്നാസ്ലീഹയുടെ ഭവനത്തിൽ അമ്മ അവിടെ ആയിരിക്കുന്നു. യോഹന്നാസ്ലീഹ ഒരു പാമ്പോസ് ദ്വീപിലൊക്കെ തന്നെ പ്രസംഗം പോയി സമയമായിരിക്കാം. ഈ സമയത്ത് അമ്മയ്ക്ക് തോന്നി, ഞാനിതാ എടുക്കപ്പെടുവാൻ ആയിരിക്കുന്നുവെന്ന്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ സമയമായി അമ്മയ്ക്ക് ഒരു ഉൾപ്രേരണ ലഭിച്ചു. അതനുസരിച്ച് അമ്മ പോയി ചെന്ന് കുളിച്ച് നല്ല നല്ല വിശുദ്ധ വസ്ത്രങ്ങൾ, ധവള വസ്ത്രങ്ങളൊക്കെ ധരിഞ്ഞ് മുടിയൊക്കെ ഓടി അവൾ കിടന്നു ജീവനെ സുഖമെടുത്തു പോയി. യോഹന്നാസ്ലീഹ ഓടി എങ്ങനെയോ എത്തി അവിടെ വസ്ത്രം വന്നപ്പോൾ അമ്മ നിന്ന് മരിച്ച് കിടക്കുന്നതാണ് കാണുക. ഉടനെ മറ്റു ശിഷ്യന്മാരെ എല്ലാവരും അറിയിച്ചു. എല്ലാവരും വന്നു അമ്മയെ സംസ്കരിച്ചു. തോമാശ്ലീഹ മാത്രം എത്തിച്ചേർന്നില്ല. അതേ സ്ഥലമായിരുന്നു. തോമാശ്ലീഹയ്ക്ക് മാത്രം എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. തോമാശ്ലീഹ 3 ദിവസം കഴിഞ്ഞാൽ വരിക. നമുക്കറിയാം തോമാശ്ലീഹയുടെ സ്വഭാവം ചാട്ടിക്കാരനായതുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ ഈശോയെ മാതാവിൻ്റെ ശരീരം അടക്കി കഴിഞ്ഞിരുന്നു. യോഹന്നാൻ്റെ വീടിന് മുമ്പിൽ ഒരു പൂന്തോട്ടമുണ്ട്. പൂന്തോട്ടത്തിൽ ഒരു കല്ലറയുണ്ടായിരുന്നു. കല്ലറയിൽ മാതാവിനെ സംസ്കരിച്ചു. തോമാശ്ലീഹ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ശരീരം കാണണം. ശിഷ്യന്മാർ പറഞ്ഞ്, ഇന്ന് 3 ദിവസമായി. ലാസ്റ്റിൻ്റെ സഹോദരൻ പറഞ്ഞു, ഇത് അഴുകിക്കാണ്, ഇനിയിപ്പോൾ പോയി അവൾ തുറക്കാൻ പറ്റില്ല. തോമാശ്ലീഹ സാഠ്യമായിട്ട് എങ്ങനെ കണ്ടേ പറ്റൂ, എന്ത് വന്നാലും വേണ്ടി ഈ കാണണം. സാഠ്യക്കാരനായ തോമാശ്ലീഹയുടെ നിർബന്ധത്തിന് വഴങ്ങി പത്രോസ് പറഞ്ഞ് എന്നെ തുറന്ന് കാണിക്കാൻ പറഞ്ഞു. അവർ ചെന്ന് കല്ലറ തുറന്നപ്പോൾ
പെട്ടിയിൽ അമ്മയുടെ ശരീരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അമ്മയെ ശരീരവും കൂടി സുഖത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ഒരു വിശ്വാസം വന്നത്. മറ്റൊരു പാരമ്പര്യം ഇതാണ്. ജലാസിയോസ് മാർപ്പാപ്പ, ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജലാസിയോസ് മാർപ്പാപ്പ എഴുതിയ ഒരു പുസ്തകമുണ്ട്, സഭയിലുള്ളതാണ്. ദ ഹോം ഗോയിങ് ഓഫ് മേരി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. ദ ഹോം ഗോയിങ് ഓഫ് മേരി, മാതാവിൻ്റെ മേരിയുടെ ഗൃഹപ്രവേശനം, സ്വർഗരാജ്യ പ്രവേശനം, ഗൃഹപ്രവേശനം എന്നത്ര എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഏതാണ്ട് 21 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറിയത്തിന് ഈശോയെ കാണുവാനുള്ള അതിയായ ആഗ്രഹമായി. അവൾ ദൈവപിതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പ, എനിക്ക് എൻ്റെ മോനെ കാണണം, എനിക്ക് ഈ കാണാതിരിക്കാൻ പറ്റില്ല. മാതാവ് പിതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പിതാവായ ദൈവം ഈശോയോട് പറഞ്ഞു, വലതുവശത്തിരിക്കുന്ന ഈശോയല്ലേ, നിൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണുവാൻ അതിയായ ആഗ്രഹമായിരിക്കുന്നു, അതുകൊണ്ട് വേണ്ടത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിതാവിനെ കേട്ട് ഈശോ പറഞ്ഞു, ഗബ്രിയേൽ മിഖായേൽ മാലാഖമാരാണ് ആത്മാക്കളെ കൊണ്ടുപോകുന്നവർ, ജീവൻ നൽകുന്നത്. അവർ രണ്ടുപേരും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് ചെന്ന് എൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയോട് പറയുക, ഇന്നേക്ക് 3-ാം ദിവസം ഞാൻ വന്ന് എൻ്റെ അമ്മയുടെ ജീവപ്രാണനെ കൊണ്ടുവരും സുഖത്തിലേക്ക്, നിത്യവും എന്നെ കണ്ട് അമ്മയെ സുഖത്തിൽ വാഴാൻ പറ്റും. മിഖായേലും ഗബ്രിയേലും മാതാവിൻ്റെ അടുത്ത് പ്രതിഷ്ഠപ്പെട്ടു. ഗബ്രിയേൽ മാലാഖ മിഖായേൽ മാലാഖ ചെന്ന് അമ്മയോട് പറഞ്ഞു, എന്നേക്ക് നിൻ്റെ വിലാപസ്വരം ദൈവം കേട്ടു, പിതാവ് കേട്ടു, എന്നെ പിതാവ് യേശു പുത്രൻ അയച്ചിരിക്കുകയാണ്, ഇന്നേക്ക് 3-ാം ദിവസം അമ്മയെ കൊണ്ടുപോകാൻ ഈശോ വരുമെന്ന് അറിയിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ അപ്പോൾ മാതാവ് പറഞ്ഞു, എനിക്ക് എൻ്റെ പുത്രൻ്റെ അടുക്കൽ പോകാൻ അതിയായക്കണമാണ്, ശരിയാണ്. പക്ഷെ എന്നെ അവനെ ഏൽപ്പിച്ച മക്കളെ കണ്ട് അവരോട് അഭിവാദനം പറഞ്ഞല്ലാതെ ഈ സുഹൃത്തിൽ പോകാൻ പറ്റില്ല. അവിടെ എനിക്ക് എത്രയും വേഗം എൻ്റെ ശിഷ്യന്മാരെ എല്ലാം എത്തിക്കണം. ദൂതന്മാർ പറഞ്ഞു, അതെങ്ങനെയാണ്, ദൂര രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അവരെ ഇങ്ങനെ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് ദൂതന്മാർ പറഞ്ഞപ്പോൾ അമ്മ അല്പം കർക്കശത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ബലിഷ്ഠമായ ചെറുകൾ ദൈവം തന്നിട്ടില്ലേ? നിങ്ങളുടെ ചെറുകളിൽ അവരെ സംവഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നീ എൻ്റെ ഓരോ ശിഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് നീ ഒന്ന് ചെറു വയ്യ വീശിയാൽ മതി, അവർ ഗാഠ നിദ്രയിലായിക്കൊള്ളും. അവരെ അവിടെ നിന്ന് സംവഹിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അങ്ങനെ മാതാവിൻ്റെ കൽപ്പിക്കാനുള്ള അധികാരം കൊണ്ട് കൽപ്പിച്ചു ഞാൻ മാലാഖ. അപ്പോൾ അവർ മാലാഖമാർ ചെന്നു, അവരെ ഓരോ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നു, ഒന്ന് ചെറുക് വീശും, അവർ ഗാഠ നിദ്രയാവും. വായുവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുണ്ട് മാലാഖമാർക്ക്. അതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് അവരിവിടെ എത്തിച്ചു. അങ്ങനെ ആണ്. അപ്പോൾ ഈ മാലാഖമാർക്ക് കഴിവുണ്ട്. നമുക്കറിയാമല്ലോ, ദാനിയേൽ സിംഹക്കുട്ടി കിടക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ വേലക്കാർ കൊടുക്കാൻ മതി ആഹാരമായി പോകുന്ന വഴിക്ക് മാലാഖയെ അയച്ചു. മാലാഖ എന്ന ഹബക്കൂക്കിനെ മുടുക്കത്തിന് പിടിച്ച് പൊക്കിക്കൊണ്ട് പോയി ദാനിയേൽ കിടന്ന് സിംഹക്കുട്ടി കൊണ്ടുപോയി വിട്ട് ആ ഭക്ഷണം അവർക്ക് കൊടുപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി വിട്ടു. അപ്പോൾ അതും ചെയ്യാൻ കഴിവുണ്ട്. അമ്മയ്ക്കാണെ വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ ഈ കഴിവില്ലാതെ പറഞ്ഞാൽ ചോദിക്കുന്നത്. ഏതായാലും അങ്ങനെ എല്ലാ അപ്പോസ്തലന്മാരും വന്നു. ഈശോയുടെ അമ്മ അവരുമായിട്ടെല്ലാം വർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞു. 3-ാം ദിവസം ഈശോ മിഖായേൽ ഗബ്രിയേൽ മാലാഖമാരെ കൂട്ടി അമ്മയുടെ അടുക്കൽ വന്നു. അമ്മയുടെ ജീവപ്രാണനെ ഈശോ എടുത്ത് മിഖായേലിനെ ഏൽപ്പിച്ചു. അമ്മ പുറകോട്ട് മറിഞ്ഞു വീണ് മരിച്ചു. ശിഷ്യന്മാരെല്ലാം അതി ദുഃഖത്തോടെ അമ്മയെ ശരീരമെടുത്ത് പിന്നെ അവർ അമ്മയുടെ ശരീരം കൊണ്ടുപോയി അടക്കി. അങ്ങനെ അമ്മയുടെ ശരീരമൊക്കെ അടക്കി യോഹന്നാൻ്റെ പൂന്തോട്ടത്ത് തന്നെ ശ്രദ്ധേയമായ അടക്കി. അവർ ഈ പൂന്തോട്ടത്തിൻ്റെ ഗേറ്റിക്കൽ അതീവ ദുഃഖാർത്ഥരായി കഴിയുകയാണ്. അവിടെ അടുക്കിലേക്ക് ഈശോ വഴി ചെന്നു. ഈശോ അവരോട് ചോദിച്ചു, എൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിർവഹിച്ച ശ്രേഷ്ഠമായ ജീവിത ശുശ്രൂഷയ്ക്ക് എന്ത് പ്രതിഫലം കൊടുത്താൽ മതിയാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ഒരു ചോദ്യം ഇട്ടുകൊടുത്തു. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടി ഏകകണ്ഠമായി പറഞ്ഞു, അങ്ങേക്ക് ജന്മം നൽകി നോമ്പും പ്രായശ്ചിത്തവും കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ഈ പരിശുദ്ധമായ ശരീരം ഒരു പാപമാലിന്യം വലുതാക്കാത്ത ശരീരമാണ്. ഈ ശരീരം ഈ മണ്ണിൽ കിടന്ന് പുഴുക്കളരിക്കുന്ന ഒരിക്കലും ഉചിതമല്ല.
അതുകൊണ്ട് അങ്ങ് ആത്മശരീരത്തോടുകൂടി എത്തിയപ്പോൾ സുഹൃത്തേക്ക് പോയതുപോലെ അമ്മയുടെ ശരീരത്തെയും കൂടി സുഹൃത്തി കൊണ്ടുപോകണം. അതായിരിക്കാം അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാരിതോഷികം. ഇത് കേട്ടപ്പോൾ ഈശോ പറഞ്ഞ്, ശരിയാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ. മിശാന്മാരെ പറഞ്ഞു, അമ്മയുടെ ജീവപ്രാണനെ തിരികെ തരിക. അതിന് വന്ന് ജീവപ്രാണം വാങ്ങിച്ച് ജീവനെ അമ്മയുടെ ശരീരത്തിലേക്ക് നിവേശിപ്പിച്ച് അമ്മയെന്ന് ഉണർത്തെഴുന്നേറ്റു. അമ്മയെ കൂട്ടി മലാഹന്മാരെല്ലാം വിശ്വസിച്ച് വരുത്തി മലമലാഹമ്പടിയോടി ആവേ മരിയ കീർത്തനങ്ങളോടെ ഈശോയുടെ അമ്മയെ സ്വർഗ്ഗത്തിലേക്ക് ആഘോഷമായി കൊണ്ടുപോയി എന്നാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് ഒരു 10-12 നൂറ്റാണ്ട് വരെ ഈ തിരുനാൾ അമ്മയുടെ ഹോം ഗോയിങ് ഓഫ് മേരി, ദ ഫീസ്റ്റ് ഓഫ് ദ ഹോം ഗോയിങ് ഓഫ് മേരി എന്ന് പറഞ്ഞ തിരുനാളുകൾ ഉണ്ടായതായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇതാണ് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് കിട്ടുന്നതായ കിട്ടിയത്. അപ്പോൾ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം. ഇനി 7ാമത്തെ മാതാവിന് കിട്ടിയ അമൂല്യമായ ദാനമാണ് സ്വർഗീയ അഭിഭാഷിക സ്ഥാനം. ഞാൻ പാട്ടുപാടി പറഞ്ഞു, സ്വർഗീയ മധ്യസ്ഥ, സ്വർഗീയ കാര്യസ്ഥ, നിത്യസഹായം. മാതാവിൻ്റെ മധ്യസ്ഥന് പറയുന്ന ഇതാണ്. അത്രത്തോളം അവൾക്ക് വാദിച്ചു വാങ്ങാനുള്ള കഴിവുണ്ട്. പുത്രനെടുത്ത് പോയി വാദിക്കുന്ന ആദ്യത്തെ പുത്രൻ 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ അമ്മയോട് ഈശോ ചോദിച്ചു, എന്താണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം ആയിരിക്കേണ്ടതാണ് നമുക്കറിയില്ലേ? അമ്മ പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ അതിന് സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം, അന്ന് നീ പോയിരുന്നു. ഇത് പറയാനുള്ള ഒരു തൻ്റെ അമ്മയ്ക്കുണ്ട്. രണ്ടാമതാണ് പരസ്യത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും, മോനെ അവർക്ക് വീഞ്ഞില്ല. അല്ല, അമ്മയ്ക്കെന്നാ, എനിക്കെന്നാ, എൻ്റെ സമയമായിട്ടെന്ന് പറയുമല്ലേ? ആരുടെ സമയമായിരുന്നു പറഞ്ഞു. നിങ്ങളാവും പറഞ്ഞു ചെയ്തു. ധിക്കരിക്കില്ലെന്ന് നമുക്കറിയാം. അത്രയും കർക്കശമായിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു സ്വഭാവം മറിയത്തിനുള്ളത് കൊണ്ടാണ് അവളെ സ്വർഗീയ അഭിഭാഷിക എന്ന് പറയുക. അപ്പോൾ മോൻ വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുക. കുറേ ഉപവാസമൊക്കെ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പോയി ഈശോട് പറയും, അതിപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയും, അവൻ 40 ദിവസം വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് വന്നാൽ അപ്പോൾ കൊടുക്കുക എന്ന് പറയും. പറയാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. അതാണ് ഈ അഭിഭാഷക എന്ന് പറയുന്ന സാധനം. 40 ദിവസം ഓച്ചിട്ട് വന്നിരിക്കുന്ന നീ കൊടുക്കണമാണ് എന്ന് പറയും. അങ്ങനെ ഉള്ള അതുകൊണ്ടാണ് മാതാവിൻ്റെ ഒരു ജീവിതം. ലൂർദിൽ മാതാവിൻ്റെ അല്പം നടന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ലൂർദിൽ രാവിലെ ഞാൻ പോയി കണ്ടിട്ടുണ്ടാവും. ലൂർദിൽ പ്രദർശനമൊക്കെ. അപ്പോൾ ദീപികാരൻ്റെ പ്രദർശനം രാവിലെ ഉണ്ട് അവിടെ, ദീപികാരൻ്റെ പ്രദർശനം. അപ്പോൾ ഈ ദീപികാരൻ്റെ പ്രദർശനത്തിൽ കൊള്ളുമ്പോൾ ഒരു മുടന്തൻ കൊച്ച് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ മുടന്തൻ കൊച്ച് ഈശോയുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ്, ഈശോയെ എൻ്റെ കാല് സുഖമാക്കി തരണം എന്ന് പറഞ്ഞ് പുറകെ ദീപാനത്തെ പുറകെ നടക്കുക. പോയിട്ട് സുഖം കിട്ടുന്നില്ല. അവസാനമായിപ്പോഴേക്കും പുള്ളി പറഞ്ഞു, നീ എനിക്ക് സൗഖ്യം തന്നെയുണ്ടല്ലോ, വൈകുന്നേരം അമ്മ വരും ഞാൻ പറയും, ഞാൻ തീയം മേടിച്ചെടുക്കും പറഞ്ഞിട്ട് പോയിട്ട് ഒന്ന് വൈകുന്നേരം ജപമാല പ്രദർശനമുണ്ട്. അമ്മ വന്നപ്പോൾ ഇവൻ ഈ പുറകെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ രാവിലെ പോയി ചോദിച്ചിട്ട് തന്നില്ല, എനിക്ക് അമ്മ തന്നെ പറഞ്ഞു. ഞാനും സുഖപ്പെട്ടു. ഇതാണ് അമ്മയുടെ സ്വഭാവം. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു അപ്പോൾ അത് ഒരു പ്രത്യേകമാണ്. ഈശോ ദൈവം നോക്കുമ്പോൾ നീതി നോക്കും. മക്കളുടെ അമ്മയ്ക്ക് നീതി നോക്കേണ്ട കാര്യമില്ല. അത് പിതാവിൻ്റെ സ്വഭാവം. ഞാൻ നീതി നോക്കണ്ട, എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറയും. ഇതാണ് അമ്മയെ കാര്യസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കാര്യസ്ഥ എന്താണ് മറിയ കാര്യസ്ഥ ആദ്യ അഭിഭാഷക സ്ഥാനത്തിൻ്റെ പ്രത്യേകത? പിതാവിൻ്റെ മുമ്പിൽ അവളുടെ വത്സലപുത്രി എന്ന നിലയിൽ ചോദിക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. പിതാവിൻ്റെ വത്സലപുത്രിയാണ് അവൾ. അതുകൊണ്ട് പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് അവൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. ഈശോയുടെ അമ്മ എന്ന നിലയിൽ ഈശോയുടെ അടുക്കൽ പോയി ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ പോയി ചോദിച്ചു വാങ്ങാനുള്ള അവകാശവും അമ്മയ്ക്കുണ്ട്. അപ്പോൾ ത്രിത്വക ദൈവവും മറിയവും തമ്മിലുള്ള ബന്ധം അത്ര വലുതാണ്. ആ ബന്ധത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട്
ഇതാണ് മറിയത്തിൻ്റെ മതം. ഇതുകൊണ്ടാണ് നമ്മൾ ഈ മാതാവിനെ ദൈവത്തിന് മുമ്പിൽ അവൾ അത്രമാത്രം വിലപ്പെട്ടവൾ തന്നെ, ഉന്നതയാണ്. ദൈവമാണ് അവളെ ഉയർത്തിയത് മകനിലേക്ക്. അതുകൊണ്ട് ആണ് മറിയത്തിന് നമ്മൾ ഇത്രമാത്രം ഉന്നതമായ സ്ഥാനം കൊടുക്കുക എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി മാതാവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മളിത് കടക്കാൻ പോകുക. ആരാണ് മാതാവെന്ന് ഒന്ന് കണ്ടുമുട്ടാൻ കഴിയണ്ടേ? അതാ ഇത് മൈക്കെന്ന് കൊടുത്താൽ ഇനി കുറേ വചനം വരും. ഞാൻ വചനം എടുക്കാൻ ഉണ്ടായി. മേശപ്പുറത്തെ ആദ്യത്തെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടകത്ത് കുറച്ച് ഇതുപോലെ നോട്ടുണ്ട്. അതുകൊണ്ട് നോട്ടിൽ മഹത്വമായ മാതാവ്, മഹത്വമായ അമ്മ നോട്ടുണ്ട്. അതിൽ ഒരു നീല കളറായിരിക്കും, നീല കളറ്. പ്രൈസ് ദി ലോർഡ്. ഇനി കുറച്ച് വചനമുണ്ട്. വചനം ആരും വായിച്ചു പോകണമെങ്കിൽ എളുപ്പമാണ്. ഞാൻ തന്നെ കേൾക്കുമ്പോൾ ബുദ്ധിമുണ്ടാകും. ഉത്തമഗീതത്തിലെ 6:10. ഉത്തമഗീതം 6:10. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടികൂറുകൾ എത്തുന്ന സൈന്യത്തെ പോലെ ഭയദയമായ ഇവൾ ആരാണ്? അപ്പോൾ ഉഷസ് പോലെ ശോഭയുള്ളവള്. ഉഷസ്സിൻ്റെ ശോഭ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം, മാർച്ച് ഏപ്രിൽ മാസത്തിലെ നമ്മൾ സുപ്രഭാതത്തെയാണ് ഇവിടെ നമ്മൾ കാണുക. ആ മാസത്തിലെ ഉദയ സൂര്യൻ്റെ പ്രഭാതത്തിൻ്റെ മാധുര്യം, കളികൾ തുമ്പിയൊക്കെ തെറിച്ച് പൂമ്പാറ്റെന്ന് പറഞ്ഞ് എന്തിപ്പോൾ വിരിഞ്ഞ് മഞ്ഞൊക്കെ പറഞ്ഞ് മഞ്ഞൊടി വീണ് മഴവില്ലൊക്കെ വിരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു പ്രഭാതം. അങ്ങനെ ഒരു പ്രഭാതത്തിലെ ശോഭ, ആ ശോഭയുള്ളവൾ. രണ്ടാമത് ചന്ദ്രൻ്റെ കാന്തി. അതും ഈ പറഞ്ഞ പോലെ ഈ ഏപ്രിൽ മെയ് മാസത്തിലെ രാത്രി നമ്മൾ ഇറങ്ങി നമ്മൾ ആഘോഷിക്കണം. അത്ര മഹത്വപൂർണ്ണ നിൽക്കുന്ന ചന്ദ്രൻ്റെ ആ കാന്തി, ചന്ദ്രൻ്റെ കാന്തി. സൂര്യൻ്റെ പോലെ തേജസ്സിനെ എന്ന് വെച്ചാൽ ഉദയ സൂര്യൻ്റെ തേജസ്, പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ തേജസ് ഉള്ള കൊടിക്കൂറ് എന്തുന്ന സൈന്യത്തെ പോലെ ഭയദയ. ഭയദയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമുക്ക് ജനുവരി 26-ാം തീയതി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അന്ന് പ്രസിഡൻ്റാണ് അതിനെ പതാക ഉയർത്തൽ മറ്റും നടത്തുന്നതാണ്. അന്ന് സർവ്വ സൈനിക പരേഡുണ്ടാവും. അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സൈന്യത്തിന് മുഴുവൻ ട്രക്ക് മറ്റ് ആയുധങ്ങളും ഇതാണ്ട് സൈന്യങ്ങളാണ്, വിവിധങ്ങളായ സൈന്യങ്ങൾ. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരുടെ പിന്നെ വിവിധമായ മാർച്ചിങ്, ഇതെല്ലാം കൂടെ ഭയങ്കരമായൊരു ഇതാണ്. അതിനെ ഒരുക്കിയിട്ട് അതിൻ്റെ ഏറ്റവും പുറകിൽ മഹാ വ്യക്തിത്വമായിട്ട് പ്രസിഡന്റ് വരും. പണ്ട് രാജാക്കന്മാരുടെ ആ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ഒരു സംഭവമാണത്. രാജാക്കന്മാർക്ക് ഇങ്ങനെ സൈന്യാഭ്യാസ പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ മഹാരാജാവ് വേഷഭൂതി അണിഞ്ഞ് മഹാപ്രതാപത്തോടെ ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ അതിൻ്റെ സൈന്യങ്ങളുടെ ഇതെല്ലാം നിന്ന് ആ ഒരു തരം. അപ്പം അങ്ങനെ ആ ഒരു സംഭവത്തെയാണ് പറയുന്നത്. സ്വർഗസൈന്യ പരേഡ് നടത്തുന്ന സമയത്ത് ഭയം തോന്നും. അപ്പോൾ രാജാവ് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഭയമായി. പക്ഷേ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ദയയുള്ള മുഖമാണ്. അതാണ് ഭയദയ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലോ? ഭയദയ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് ഉപയോഗിക്കാൻ കാരണം പ്രത്യക്ഷത്തിൽ ഭയം തോന്നും, എന്നാൽ ആ മുഖത്ത് നോക്കിയാൽ ദയാലുവായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? സോളമന് ഒരു പിടിയും കിട്ടുന്നില്ല. ദർശനത്തിന് ഇങ്ങനെ ഒരു സ്ത്രീയെ കാണുക. അതേ നോക്കിയപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് യാതൊരു രൂപം കിട്ടുന്നില്ല. അവനാകെ അസ്വസ്ഥമായി. അതാണ് പറയുക. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനം. പ്രഭാഷകൻ്റെ പുസ്തകം 24-ാം അധ്യായം 28-ാം തിരുവചനം. ആദിമ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം
അളക്കുകയില്ല. ആദ്യ മനുഷ്യൻ അവിടെ പൂർണ്ണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യർ അവിടെ ആഴം അതൊക്കെ ഇന്ന് അവസാനത്തെ മനുഷ്യരാണ്. ഒരു സെക്കൻഡ്. വേഗം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വേഗം എടുത്ത് വയ്ക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും അവളെ ആഴ്ത്തിയത്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും ഇന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ നാളായിട്ട് ഇത്രയും 2025 ആയിട്ട് പോലും മറിയത്തെ ഇന്നും പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല എന്ന് ആരെഴുതി വെച്ചു? നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ സോളമൻ എഴുതി വെച്ചു. ആദ്യ മനുഷ്യൻ അവിടെ അറിഞ്ഞില്ല, അവസാന മനുഷ്യൻ അവിടെ ആളിളക്കുന്നില്ല. പ്രഭാഷകൻ 51:19. ഞാൻ തൃഷ്ണ എന്നിൽ ജ്വലിച്ചു, ഞാൻ നിഷ്ഠയോടെ പെരുമാറി, ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി, അവളെ കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. കണ്ടോ, ഞാൻ തൃഷ്ണ, അവളെ അറിയാനുള്ള എൻ്റെ ജ്ഞാന തൃഷ്ണ അത് ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ ഉപവാസം അനുഷ്ഠിച്ചോ മറ്റ് ധ്യാനം അനുഷ്ഠിച്ചോ ഒക്കെ പെരുമാറി നോക്കി. ഞാൻ സ്വർഗത്തിലേക്ക് എൻ്റെ കൈ ഉയർത്തി അവിടെ അജ്ഞതയെക്കുറിച്ച് വിലപിച്ചു പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് കാണിച്ചതായിരുന്നു, മനസ്സിലാക്കത്ത അവളെ, എനിക്ക് മനസ്സിലാക്കണം അവളെ. തീവ്രമായിട്ട് ദൈവമുമ്പിൽ പോയി സ്വർഗത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക, എനിക്ക് വെളിവാക്കി താപിതാവേ. കാരണം വെളിവാട് കിട്ടുന്ന ആളാണ് സോളമൻ. വെളിവാക്കി തരാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, പക്ഷെ മറുപടി കിട്ടിയില്ല. വീണ്ടും 51 പ്രഭാഷകൻ 51:14. ദൈവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു, അവസാനം വരെ ഞാൻ അവളെ ദേവാലയത്തിന് മുമ്പ് പോയി എന്ന് വീണ്ടും യാചിച്ചു, പക്ഷേ കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല. അവസാനം വരെ ഞാൻ അവളെ തേടും. ഞാൻ മുന്നോട്ട് പോകുന്ന പ്രശ്നമേ എനിക്ക് അറിഞ്ഞേ പറ്റൂ, ഞാൻ അവസാനം വരെ അവനെ തേടും, തിരിച്ചറിഞ്ഞ് ഞാൻ പറ്റൂ എന്നുള്ള ഒരു നിശ്ചയത്തോടെയാണ് അവൾ പെരുമാറുക. ബാറൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 32-ാം വചനം. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു, അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എല്ലാം അറിയുന്ന ദൈവം അവളെ അറിയുന്നു. അവനെ തന്റെ അറിവുകൊണ്ട് ഒരു ജ്ഞാനത്തിൽ ദൈവം തന്നെ അവളെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് വ്യക്തമാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം തുടർന്ന് ക്ലാസ് മനസ്സിലാവും. സത്യയോടെ എഴുതികളെ ക്ലാസ് മനസ്സിലാവുള്ളൂ എന്ന കാര്യം ഒന്നുകൊണ്ട് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് അവസരം. ഇനി അവളെ നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്നത് വെളിപാട് 12-ാം അധ്യായത്തിൽ അവളെ നമ്മൾ കണ്ടുമുട്ടും. വെളിപാട് 12:1 മുതൽ വചനം. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവൾ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. മതി. അപ്പോൾ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. വെളിപാട് 12-ൽ ഈ കാണുന്ന സ്ത്രീ ആരാണെന്ന് നമുക്ക് വ്യക്തമായി കിട്ടുക. ഇവിടെ സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്ന സ്ത്രീ. അവിടെ മറ്റേത് സൂര്യൻ്റെ തേജസ്സേ ഉള്ളൂ. ഇപ്പോൾ സൂര്യ തേജസ് അവൾക്ക് താഴെയായി. ആ സൂര്യനെ ഒരു ഉടയാട പോലെ അവൾ അണിഞ്ഞിരിക്കുക. സൂര്യനേക്കാളും പ്രകാശം ഈ സ്ത്രീക്കാണ്. ഇപ്പോൾ സൂര്യനേക്കാളും പ്രകാശം ഈ സ്ത്രീക്കാണ്. അത് അതിജീവിക്കുന്നത് സൂര്യനെ ഉടയാടെയാണ് അണിഞ്ഞിരിക്കുന്നത്. ചന്ദ്രന്റെ അവിടെ പാദത്തിന് അടിയിൽ ചന്ദ്രനും അവന് കീഴിലായിപ്പോയി. അവിടെ പാദത്തിലായി കിടക്കുന്ന സാധനമായിപ്പോയി. ചന്ദ്രന്റെ കാന്തി അതും അതിനൊക്കെ. പിന്നെ ശിരസില് 12 നക്ഷത്രങ്ങളുള്ള കിരീടം. സ്വർഗത്തിലെ നമ്മൾ ചന്ദ്രനെ കണ്ടതാണ്. അവിടെ മഹത്വം നമുക്കറിയാം, നക്ഷത്രങ്ങളാണ്. മിക്കവാറും ആ കാലത്തേക്ക് നോക്കുമ്പോൾ നിറയെ ആകാശത്ത് നക്ഷത്രവും നടുക്ക് ചന്ദ്രനെ കാണുക. ആ നക്ഷത്രങ്ങളെ മുടിയായിട്ട് അണിഞ്ഞിരിക്കുക. അപ്പോൾ ഓരോ നക്ഷത്രത്തെയും കണ്ണി ചിമ്മി നോക്കിയാൽ നമുക്കറിയാം അതിലിങ്ങനെ വന്ന് കണ്ണിക്ക് വന്ന് നല്ല രസമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ കിരീടം അങ്ങ് അണിഞ്ഞ് നക്ഷത്ര കിരീടം അണിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറിയത്തിൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ പ്രവായി കുത്തി നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിയുന്നതിനായി പോകും. അതാണ് മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുക. അപ്പോൾ ഈ സ്ത്രീയാണ് വെളിപാടി കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം അത് മറ്റാരുമായിരുന്നില്ല, മറിയമായിരുന്നു.
അന്ന് യോഹന്നാൻ കണ്ട സ്ത്രീ എന്ന് പറയുക. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:29. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ അപ്പോൾ സൗന്ദര്യം. ജ്ഞാനം അത് മറിയമാണ് ഞാൻ പിന്നീട് വരുന്നത്. അപ്പം ജ്ഞാനത്തിന് സൂര്യനേക്കാളും പ്രഭയുണ്ട്. അതാണ് ഉടയാടിയായി അണിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂര്യന് ഉടയാടിയായിട്ട് അവൾ അണിഞ്ഞു എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് സൂര്യനേക്കാൾ പ്രഭയുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. നക്ഷത്രയെ അവൾ കിരീടമായി അണിഞ്ഞിരിക്കുക, നക്ഷത്രത്തെ അതിശയിക്കുന്നു. പിന്നെ പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവർ തന്നെ പ്രകാശം എന്ന് പറഞ്ഞ ചന്ദ്രനെ കുറിച്ച് പറയുന്നതാണ്. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവളാണ് ശ്രേഷ്ഠ. അവിടെ പാദത്തിന് കീഴിലായിപ്പോയി എന്ന് പറയുമ്പോൾ അതാണ്. ഇത് ആര് ഇതൊക്കെ ഈ വെളിപാടിനൊക്കെ അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഞാൻ വായിക്കുന്നത്. അത് ഞാൻ ചിന്തിച്ചാലേ ഒരു മറുപടി കിട്ടുകയുള്ളൂ. നൂറ്റാണ്ടിന് സ്വാമി എഴുതി വെച്ചിരിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ. അവളാണ് ശ്രേഷ്ഠം എന്തെന്നാൽ കാരണം ജ്ഞാനം 7:26. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ് അവൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല തർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപവും. അപ്പോൾ നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ്. നിത്യ തേജസ് ആരാണ്? സ്വർഗം പിതാവ് അല്ലെങ്കിൽ യേശു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്ന യേശു അല്ലെങ്കിൽ ദൈവം. അപ്പോൾ നിത്യ തേജസ് ദൈവം പ്രകാശമാകുന്നു അല്ലേ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ നിത്യ തേജസ് ആയ ദൈവത്തിന്റെ പ്രതിഫലനമാണ് അവള്. ഒരു കണ്ണാടി പ്രതിഫലിപ്പിക്കുന്ന സാധനമാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന സാധനം അതേപടി പ്രദർശിപ്പിക്കും, അത് പ്രതിഫലിപ്പിക്കും. അപ്പോൾ അതേപടി പ്രതിഫലിപ്പിക്കും. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ മറിയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ വാത്സല്യം, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ക്ഷമയെല്ലാം മറിയത്തെ ഒരു കണ്ണാടിയെപ്പോൾ നമുക്ക് നോക്കിയാൽ കണ്ടുമുട്ടാൻ കഴിയും. നിർമ്മല ദർപ്പണം മറിയത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണമാണ്. അവിടുത്തെ നന്മയുടെ ദൈവത്തിന്റെ നന്മയുടെ പ്രതിരൂപമാണ് അവള്. ദൈവ നന്മയുടെ പ്രതിരൂപമാണ്. പ്രിയമുള്ളവരെ, ഈ മറിയം 12 നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 12 മഹിമ അണിഞ്ഞവരാണ്. സ്വർഗരാജ്യത്തിൽ മഹിമ അണിഞ്ഞിരിക്കുന്ന 12 പേരാണ്. 12 വിയോഗങ്ങൾ. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം. എന്ത് ഈ വാസസ്ഥലം? അനേകം. ഓരോ പ്രത്യേകതയുള്ള ആളുകൾക്കും ഓരോ പ്രത്യേക സമൂഹങ്ങളാണ് അവിടെ സ്വർഗത്തിൽ. അത് നമ്മൾ സ്വർഗത്തിൽ കാണുമ്പോൾ ഇപ്പോൾ 24 സിംഹാസനങ്ങൾ. 12 സിംഹാസനം അപ്പസ്തലന്മാരുടെ, 12 സിംഹാസനം പുരോഹിതന്മാരുടെ, ഗോത്രപിതാക്കന്മാരുടെ. അപ്പോൾ അവരങ്ങനെ ഒരു ഗ്രൂപ്പായി നിൽക്കുക, 26 സിംഹാസനങ്ങളായിട്ട്. മാലാഖമാർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുക. അതിൻ്റെ അകത്ത് 9 വൃന്ദങ്ങളുണ്ട്. ഇപ്പോൾ അവർക്കന്നെ 9 വൃന്ദങ്ങൾ തിരിച്ചറിയത്തക്കണം. 9 നിറങ്ങളിൽ അവിടെ അങ്ങനെ നിൽക്കുന്ന സ്ഥലം. രക്തസാക്ഷികൾ എല്ലാവരും ഒന്നിച്ച് ഓരോരോ സമൂഹം, വിശുദ്ധന്മാർ മറ്റൊരു സമൂഹം. അങ്ങനെയാണ് ഈ 12 ഉന്നതരായിട്ടുള്ള മഹത്വം അണിഞ്ഞവരുടെ സമൂഹങ്ങൾ. അവിടെ എല്ലാം രാജ്ഞിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാണ് നമ്മൾ ലുത്തിനായിൽ മാതാവിൻ്റെ ലുത്തിനായി ചൊല്ലുന്ന 12 രാജ്ഞി പദങ്ങൾ. മറിയത്തെ രാജ്ഞി പദങ്ങളാണ് അവിടെ നമ്മൾ ലുത്തിനായി ചൊല്ലുന്നത്. അതിനാ ചൊല്ലുന്നത് മാലാഖമാരുടെ രാജ്ഞി, വിശുദ്ധന്മാരുടെ രാജ്ഞി, പൂർവ്വതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശിയുടെ രാജ്ഞി, സ്ത്രീഹന്മാരുടെ രാജ്ഞി, രക്തസാക്ഷിയുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സകല വിശുദ്ധരുടെയും രാജ്ഞി. ഇനി അടുത്തത് നമ്മൾ കാണുമ്പോൾ അത് മാതാവിനെ കുറിച്ച് പറയുന്നതാണ് തോന്നിപ്പോയേക്കാം. കാരണം അതിൻ്റെ എന്താണ്? അമലോത്ഭവ രാജ്ഞി എന്നാണ്. അമലോത്ഭവ രാജ്ഞി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാതാവിനെ കുറിച്ചുള്ളതല്ല. അമലോത്ഭവ രാജ്ഞി എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരികളും പരിശുദ്ധരും നിർമ്മലരുമായിട്ടുള്ളവരുടെ സമൂഹത്തിൻ്റെ രാജ്ഞി. ബ്രഹ്മചാരികളും നിർമ്മലരും പരിശുദ്ധരുമായിട്ടുള്ളവരുടെ എല്ലാം രാജ്ഞി എന്നാണ് ആ വാക്കിന് അവിടെ നമ്മൾ കൊടുക്കേണ്ട അർത്ഥം. അപ്പോൾ മാതാവിനെ കുറിച്ചുള്ളതല്ല, പിന്നെയോ അവിടെ കൂടിയ സമൂഹത്തിന്. സ്വർഗാരോപിത രാജ്ഞി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേർന്ന സകലരുടെയും രാജ്ഞി, സ്വർഗവാസികളുടെ എല്ലാം രാജ്ഞി. മഹത്വം അണിയാത്ത സ്വർഗവാസികളാണ്, അവിടെ എല്ലാം രാജ്ഞി എന്നാണ് അർത്ഥം. ജപമാല രാജ്ഞി എന്ന് പറഞ്ഞാൽ ജപമാല ഭക്തരായിട്ട് സ്വർഗത്തിരിക്കുന്നവരുടെ എല്ലാം രാജ്ഞി. ജപമാല ഭക്തരുടെ രാജ്ഞി എന്നാണ് അതിൻ്റെ അർത്ഥം. ജപമാല രാജ്ഞി.
സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് പറഞ്ഞാൽ സമാധാനം സ്ഥാപിക്കുന്നവരുടെ, ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ മലയിലെ പ്രസംഗത്തിൽ അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞതുപോലെ ആ സമാധാനം സ്ഥാപിക്കുന്നവരുടെ രാജ്ഞി. അപ്പോൾ ഇങ്ങനെയാണ് 12 രാജ്ഞി പദങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ പറഞ്ഞു മറിയം ജ്ഞാനമാണ്. മറിയം ജ്ഞാനമാണ്. മറിയം ജ്ഞാനമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരല്പസമയം ലോക സൃഷ്ടിയെക്കുറിച്ചൊന്ന് കണ്ടെത്തിയാലേ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് പറയേണ്ടതാണ്.